പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം മാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ദശമോധ്യായ. ശ്രീശുക ഉവാച ഇതി ദാനവദൈതേയാ നാവിന്ദന്നമൃതം നൃപ യുക്താ കർമ്മണി യത്താശ്ച വാസുദേവപരം മുഖാ. ശ്രീ ശുബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇതി ദാനവദൈതേയാ നാവിന്ദൻ അമൃതം നൃപ. ഹേ നൃപ, എന്താണ് ഈ ദാനവദൈതേയ ധനുവംശജരും ദിതിവംശജരുമായിട്ടുള്ള അസുരന്മാർ എങ്ങനെയാണ് നാവിന്ദൻ അമൃതം നൃപ, അവർക്ക് എങ്ങനെയാണ് അമൃതം ലഭിച്ചില്ല എന്ന് പറയുകയാണ്. കാരണം എന്താണ് അവരെങ്ങനെയാണ് യുക്ത കർമ്മണി യത്താശ്ച, അവർ നല്ല യത്താശ്ച അധ്വാനിച്ചവരായിട്ടുണ്ട്. യുക്ത കർമ്മണി ദേവന്മാരോട് കൂടെ യോജിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു, നല്ല അധ്വാനിക്കുകയും ചെയ്തു. എന്നാലോ അമൃതം അവിന്ദൻ അമൃതം നേടിയില്ല. കാരണം എന്താണ്? വാസുദേവ പരമുഖ, അവരെങ്ങനെയായിരുന്നു? ഭഗവാൻകൾ വിമുഖരായിരുന്നു അവർ. അതുകൊണ്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ അമൃതം അവർക്ക് ലഭിച്ചില്ല. സാധയിത്വാമൃതം രാജൻ പായയിത്വാസ്വകൻസുരാൻ പശ്യതാം സർവഭൂതാനാം യയൗ ഗരുഡവാഹന. നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ മാതിരി പരീക്ഷത്തെ ഗരുഡവാഹനനായിട്ടുള്ള ഭഗവാൻ അമൃതം സാധയിത്വ, അമൃതിനെ സമ്പാദിച്ചിട്ട് സ്വകാൻ സുരാൻ പാകയിത്വ, തൻ്റെ സ്വന്തക്കാരായിട്ടുള്ള ദേവന്മാരെയും കുടിപ്പിച്ചിട്ട് സർവഭൂതാനാം പശ്യതാം യയൗ, എല്ലാ ഭൂതങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് അദ്ദേഹം അവിടുന്നാണ് പോയി ഭഗവാൻ. സപത്നാനാം പരാമൃദ്ധിം ദൃഷ്ട്വാ തേ ദിതിനന്ദന അമൃഷ്യമാണ ഉത്പേതുർ ദേവൻ പ്രത്യുദ്യതായുധ. ആ സമയത്തെ ദിതിനന്ദന, ആ അസുരന്മാരെല്ലാവരും സപത്നാനാം പരാം ഋദ്ധിം ദൃഷ്ട്വ, തങ്ങളുടെ ശത്രുക്കളായുള്ള ദേവന്മാരുടെ ഈ അത്യുന്നതമായിട്ടുള്ള ഈ സമൃദ്ധിയെ കണ്ടിട്ട് അമൃഷ്യമാണ്, സഹിക്കാനാവാത്ത കോപത്തോടുകൂടി ഉദ്യത ആയുധ, ആയുധങ്ങളും ഉയർത്തിപ്പിടിച്ച് ദേവാൻ പ്രതി ഉൽപ്പേതു, ദേവന്മാരെ നേർക്ക് അങ്ങോട്ട് ചാടി വീണു എന്ന് പറയുകയാണ്. തതസ്വരഗണാ സർവേ സുതയാ പീതയൈധിത പ്രതി സംയുയുധു ശസ്ത്രൈർ നാരായണപദാശ്രയാ. ദേവന്മാരിപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നുമല്ല, അവരെങ്ങനെയായിട്ടുണ്ട്? പീതയൈതി സർവേ സുതയാ പീതയൈധിത, അതായത് എല്ലാവരും ആ അമൃതത്താൽ പാനം ചെയ്തുകൊണ്ട് ഊർജ്ജസ്വലത കൈവന്നിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. എന്ന് മാത്രമല്ല നാരായണപദാശ്രയ, ശ്രീനാരായണന്റെ തൃപാദങ്ങളെ ആശ്രയിച്ചവരുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സുരഗണ സർവേ ശാസ്ത്രൈ പ്രതിസംയുയുധു, തങ്ങളുടെ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചും യുദ്ധം ചെയ്യാൻ തുടങ്ങി. തത്ര ദേവാസുരോ നാമ രണപരമദാരുണ രോദസ്യുതന്വതോ രാജം തുമുലോ രോമഹർഷണ. ഈ രാജൻ തത്ര ഉദന്വത രോദസി, ആ സമുദ്രതീരത്ത്, ഈ പാലാഴി തീരത്ത് തന്നെ പരമദാരുണ തുമുല, അതിഭയങ്കരവും കോലാഹലത്തോടു കൂടിയതുമായിട്ടുള്ള രോമഹർഷണ രോമാഞ്ചജനകവുമായിട്ടുള്ള ദേവാസുരനാമ രണ ഉണ്ടായി എന്ന് പറയുകയാണ്. അഭൂൽ, അതായത് ദേവാസുരം എന്ന് പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം അവിടെ പാലാഴി തീരത്ത് വെച്ചാലുണ്ടായി. തത്ര അന്യോന്യം സപത്നാസ്തേ സംരബ്ധമനസോരണേ സമാസാദ്യാസിവിർ ബാണൈർ നിജദുർവിവിധായുധൈ. സപത്ന സംരബ്ധ മനസാ അവരെങ്ങനെയാണ് ശത്രുക്കളായി കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് കാലം അസന്ധി കൊണ്ട് ചങ്ങാത്തം കൂടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ശത്രുക്കളായി കഴിഞ്ഞു. കോപാവേശം പൂണ്ടവരായിട്ടുള്ള അവര് സംരബ്ധ മനസാ തത്രരണി, ആ യുദ്ധത്തിൽ സമാസാദ്യ അന്യോന്യം എതിരിട്ടിട്ട് ആസിഭി വാളുകൾ, ബാണൈ, ശരങ്ങൾ, വിവിധ പലതരം ആയുധങ്ങൾ, ഇവ കൊണ്ടെല്ലാം
അന്യോന്യം നിജഗ്നു അന്യോന്യം അങ്ങോട്ട് പ്രഹരിക്കാൻ തുടങ്ങി. ശംഖദൂര്യമൃദംഗാനാം വേരീടമരിണം മഹാൻ ഹസ്ത്യശ്വരഥപത്തീനാം നദതാം നിസ്വനോപവൽ. ആ യുദ്ധരംഗത്തില് നദതാം ശംഖദൂര്യമൃദംഗാനാം ആ ഘോഷശബ്ദത്തോടുകൂടിയുള്ള ശംഖ്, പെരുമ്പറ, മൃദംഗം, അതുമാതിരി ഭേരിവാദ്യം, കടുന്തുടി, ഇതിൻ്റെയൊക്കെ ഭയങ്കര നല്ല ശബ്ദമുണ്ട്. ഒപ്പം തന്നെ ഹസ്ത്യ അശ്വരഥ പത്തീനാം ആന, കുതിര, തേര്, കാലാൾപ്പട ഇവയുടെയും മഹാൻ നിസ്വന അപവൽ. ഇവരൊക്കെ യുദ്ധരംഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി വീഴുന്ന സമയത്തുള്ള ശബ്ദ കോലാഹലമുണ്ടല്ലോ വല്ലാണ്ട വർദ്ധിച്ചു എന്ന് പറയുകയാണ്. രഥിനോ രതിവിസ്തത്ര പത്തിഭി സഹപത്തയ ഹയാഹയൈരിവാശ്ചേവൈ സമസജ്ജന്ത സംയുഗേ. ആ യുദ്ധവർണ്ണന അങ്ങനെ തുടരുകയാണ്. അവിടെ സംയുഗേ യുദ്ധത്തിൽ രഥിന തേരിലുള്ള ആൾക്കാരെ യുദ്ധമൊക്കെ അവർ രതിഭി മറ്റുള്ള തേരാളികളോട് കൂടിയിട്ട് പത്തയ കാലാൾപ്പടകള് പത്തി മറ്റു കാലാൾപ്പടക്കാർ ആയിട്ട് ഹയ കുതിരപ്പടക്കാര് കുതിരപ്പടക്കാരുമായിട്ട് ഈ ആനപ്പടക്കാർ ഇവൈ ആനപ്പടക്കളോട് സൈന്യങ്ങളോട് കൂടിയിട്ട് അങ്ങനെ പരസ്പരം സമസജ്ജന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി എന്ന് പറയുകയാണ്. എന്ന് മാത്രല്ല ഉഷ്ട്രൈ കേജിൽ ഇവൈ കേജിൽ അപരേയുദുഃഖരൈ കേജിൽ ഗൗരമൃഗൈർ ഋക്ഷൈർ ദ്വീപിഭിർ ഹരിവിർ ഭട ഗൃത്രൈ കമ്പൈർ ഗൃധ്രൈർ കങ്കൈർ ഭഗൈർ അന്യേ ശേനവാസൈസ്തിമിംഗിലൈ ശരവൈർ വൈഷൈർ ഖഡ്ഗൈർ ഗോവൃഷൈർ ഗവയാരുണൈ ശിവാഭിരാഘുഭി കേജിൽ കൃകലാസൈർ ശശൈർ നരൈ ബസ്തൈരേകേ കൃഷ്ണസാരൈർ ഹംസൈരന്യേ ച സൂകരൈ അന്യേ ജലസ്ഥല ഖഗൈ സത്വൈർ വികൃത വിഗ്രഹൈ സേനയോരുപയോ രാജൻ വിവിശുസ്തേഗ്രതോഗ്രത. ഇങ്ങനെ ചതുരംഗ സൈന്യം മാത്രമല്ല എന്ന് പറയുകയാണ്. അതിനു പുറമെ അസാധാരണ രീതിയിലുള്ള പല മൃഗങ്ങളും യുദ്ധത്തിലുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഒട്ടകം, അതുമാതിരി ആന, കഴുത, വെള്ളപ്പോത്ത്, പുള്ളിപ്പുലി, സിംഹം, കഴുകൻ, കൊക്ക്, കൊറ്റി, പരുന്ത്, അതുമാതിരി പൂങ്കോഴി, തിമിംഗലം, എട്ടടിമാൻ, പോത്ത്, വാൾപ്പുലി, പശു, കാള, കാട്ടുകാള, അരുണാമൃഗം, പെൺകുറുക്കൻ, എലി, ഓന്ത്, മുയല്, മനുഷ്യര്, കോലാട്, കൃഷ്ണമൃഗം, ഹംസം, എന്തൊക്കെ തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളുണ്ടോ ഇതിൻ്റെയൊക്കെ പുറത്ത് കയറിക്കൊണ്ട് ഇങ്ങനെ വികൃത രൂപത്തിലുള്ള, ഒപ്പം തന്നെ മറ്റ് ജലജീവികൾ, സ്ഥലജീവികൾ, ആകാശജീവി എന്നിവയൊക്കെ പുറത്ത് കയറിക്കൊണ്ട് ഇരു സൈന്യങ്ങളിലുള്ള ഭടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ആ വാശി എങ്ങനെ രണ്ട് പക്ഷത്തും അങ്ങനെ വർദ്ധിച്ച് അങ്ങനെ വരാൻ തുടങ്ങി. അതാണ് അതിഭയങ്കരമായിട്ടുള്ള ഇതിനു മുമ്പുണ്ടാവാത്ത രീതിയിലുള്ള ദേവാസുര യുദ്ധമാണ് ഇവിടെ നടന്നത്. അതാണ് ഇങ്ങനെ പല തരത്തിലുള്ള ആയുധങ്ങള്, ജന്തുക്കള്, ഇതില്ലേ വാഹനങ്ങളൊക്കെ പറയണത് അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഭയാനകമായിരുന്നു എന്നാണ് പറയണത്. ചിത്രദ്വയപടൈരാജൻ നാദപത്രൈരാമലൈ മഹാധനൈ വജ്രദണ്ഡൈ വ്യജനൈർ ബാർഹചാമരൈ വാദോദ്ധൂതോത്തരോഷ്ണീഷൈർ അർച്ചിഭിർ വർമ്മഭൂഷണൈ സ്ഫുരദ്ഭിർ വിശദൈ ശസ്ത്രൈ സുതരം സൂര്യരശ്മിഭി ദേവദാനവീരാണം ദ്വിജിന്യൗ പാണ്ഡുനന്ദന രേജതുർ വീരമാലാവിർ യാദസാമിവ സാഗരൗ. ഇനിയും ആ യുദ്ധവർണ്ണനയാണ്. ദേവാസുരന്മാരുടെ ആ പ്രമുഖന്മാരായുള്ള വീരഭടന്മാരുണ്ടല്ലോ, അവരങ്ങനെ രണ്ട് ചേരിയായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ ആ തേരിലുള്ള കൊടിക്കൂറകളാൽ, അതുമാതിരി വെൺകൊറ്റക്കുടകൾ, വളരെ വില പിടിച്ചുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള വജ്രഖചിതമായിട്ടുള്ള പിടിയോടുകളായിട്ടുള്ള മയിൽപ്പീട് ആലവട്ടങ്ങൾ, വെഞ്ചാമരങ്ങൾ, ഇതെല്ലാം അലങ്കരിച്ചുള്ളതായിരുന്നു തേരുകൾ. അതുമാതിരി മറ്റുള്ള വാഹനങ്ങളും ഭടന്മാരുടെ ചലനത്തിനൊത്ത് ഇങ്ങനെ അവരുടെ ഉത്തരീയങ്ങൾ, ആ തലപ്പാവുകളൊക്കെ ഇങ്ങനെ കാറ്റിൽ പാറി കളിക്കുന്നുണ്ട്. കവചങ്ങൾ, അതുമാതിരി മറ്റുള്ള ആഭരണങ്ങൾ, തിളക്കുള്ള ആയുധങ്ങൾ, അതുമൊക്കെ ഇതെല്ലാം അങ്ങനെ സൂര്യകിരണത്തിൽ അങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട്. അവിടെ കണ്ടാൽ എങ്ങനെയാണ് ജലജീവികൾ അങ്ങനെ നീന്തി കളിക്കണ രണ്ട് സമുദ്രങ്ങൾ ഒന്നിനൊന്ന് അഭിമുഖമായിട്ട് നിൽക്കുകയാണോ എന്ന് തോന്നുന്നു പറയാണ്. അപ്പോൾ സ്ഥലത്തും ജലത്തിലുള്ള യുദ്ധമാണ് ഇനി വർണ്ണിച്ചത്. ഇനി ആകാശയുദ്ധമാണ് അടുത്ത ശ്ലോകങ്ങളിൽ. വൈരോചനോ ബലി സംഖ്യേ സോസുരാണം ചമൂപതി യാനം വൈകായ സന്നാമ കാമഗമ്മയ നിർമ്മിതം
സർവസാംഗ്രാമികോ വേദം സർവാശ്ചര്യമയം പ്രഭോ അപ്രതക്യമനിർദ്ദേശ്യം ദൃശ്യമാനമദർശനം ആസ്ഥിതത്തദ്വിമാനാഗ്ര്യം സർവാനീകാദിവൈർവൃതം മാലവ്യജനഛത്രാഗ്രൈ രേജേ ചന്ദ്രൈവോദയേ. ഭൂമിയിലും സമുദ്രത്തിലും ആകാശത്തിലൊക്കെ ഉണ്ടായിരുന്നു യുദ്ധം എന്ന് പറയുകയാണ്. ഭൂമിയിലും സമുദ്രത്തിലുള്ള നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഇനിയോ വൈരോചന ബലി, അതായത് വിരോചനന്റെ പുത്രനായിട്ടുള്ള ബലി എങ്ങനെയാണ് സംഖ്യയെ അസുരാണം അദ്ദേഹം എങ്ങനെയാണ് അസുരാണം ചമൂപതി, അസുരന്മാരുടെ സർവ്വ സൈന്യാധിപതിയാണ് അദ്ദേഹം. അതാണ് വിരോചനന്റെ പുത്രനായിട്ടുള്ള ബലി. എന്നിട്ടോ അദ്ദേഹം എങ്ങനെയാണ് ആ യുദ്ധത്തിൽ മയനിർമ്മിതം കാമകം, അതായത് മയനാൽ നിർമ്മിക്കപ്പെട്ടുള്ള തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കുന്നതായിട്ടുള്ള വൈകായസം നാമ യാനം, വൈകായസം എന്നാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ പേര്. അതിലങ്ങനെ സ്ഥാനം പിടിച്ചിട്ട് ആ വിമാനാഗ്രം വിശിഷ്ട വിമാനം സർവസാംഗ്രാമികോപേതം, സർവ്വയുദ്ധ സാമഗ്രികളും ഉണ്ടാവും വിമാനത്തിനകത്ത്. പിന്നെയോ സർവ്വ ആശ്ചര്യമയം, ഏത് വിധമുള്ള അത്ഭുത വിദ്യകളുള്ളതും ദൃശ്യമാണ്, ചിലപ്പോൾ കാണപ്പെടാവുന്നതും ചിലപ്പോൾ കാണാണ്ടിരിക്കുക, അദൃശ്യനം ആയിട്ടുള്ള അപ്രതർക്യം, അതിൻ്റെ സ്ഥാനം എവിടെയെന്നും കൂടിയിട്ട് ദുരൂഹമായിട്ടുള്ള ആ മഹത്തായിട്ടുള്ള വിമാനത്തിൽ അതെങ്ങനെയാണ് ഒട്ടും അനിർവചനീയമായിരുന്നു പറയുകയാണ്. ആ വാഹനത്തിൽ കയറിയിട്ടാണ് അദ്ദേഹം സർവാനീക അതിവൈവൃത, കൂടെ തൻ്റെ എല്ലാ സൈന്യങ്ങളാലും ചുറ്റപ്പെട്ടുകൊണ്ട് വാലവ്യജന ഛത്ര അഗ്രൈ, വിശേഷപ്പെട്ട വെഞ്ചാമരങ്ങൾ വെൺകൊറ്റക്കുടഞ്ഞോടൊക്കെ കൂടിയിട്ട് ഉദയേ ചന്ദ്രൈവ, ഉദയസമയത്ത് ഉദിച്ചു വരുന്ന ചന്ദ്രൻ എന്ന പോലെ രേജേ വിളങ്ങി. ഇതാണ് തസ്യാസൻ സർവതോ യാനൈർ യോധാനാം പതയോ അസുര നമുരി ശംബരോ ബാണോ വിപ്രജിത്തിരയോ മുഖ ദ്വിമൂർധ കാലനാബോധ പ്രഹേതിർഹേതിരില്വല ശകുനിർഭൂതസന്താപോ വജ്രദംഷ്ട്രോ വിരോചന ഹയഗ്രീവ ശംഖുശിര കപിലോ മേഘദുന്ദുവി താരകശ്ചക്രദൃക് ശുംഭോ നിശുംഭോ ജംബ ഉൽക്കല അരിഷ്ടോ അരിഷ്ടനേമിശ്ച മയശ്ച ത്രിപുരാധിവ അന്യേ പൗലോമകാലേയ നിവാതകവചാതയാ. ആ വിമാനത്തിൻ്റെ ആ ബലി നയിക്കുന്ന വിമാനത്തിൻ്റെ 4 വാർഡും അസുര സൈന്യ വിഭാഗത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരങ്ങനെ സ്ഥാനമർപ്പിച്ചിട്ടുണ്ട് വിമാനത്തിൽ തന്നെ. നമുജി ശംബരൻ ബാണൻ വിപ്രജിത്തി അയോമുഖൻ ദ്വിമൂർധാവ് കാലനാഭൻ പ്രഹേതി ഹേതി ഇല്വലൻ ശകുനി ബോധസന്താപൻ വജ്രദംഷ്ട്രൻ വിരോചനൻ ഹയഗ്രീവൻ ശംഖുശിരസ് കപിലൻ മേഘദുന്ദുവി താരകൻ ചക്രദൃക് സുംഭൻ നിശുംഭൻ ജംഭൻ ഉൽക്കലൻ അരിഷ്ടൻ അരിഷ്ടനേമി മയൻ ത്രിപുരന്മാരുടെ അധിപൻ. അതുമാതിരി മയൻ ത്രിപുരന്മാരുടെ അധിപനാണല്ലോ. പിന്നെ പൗലോമന്മാർ, കാലകേയന്മാർ, നിവാത കവചന്മാർ, അങ്ങനെ ഈ എല്ലാ അസുരന്മാരും ഇവരെല്ലാവരും ആ വിമാനത്തിലുണ്ട്. അലബ്ധഭാഗാ സോമസ്യ കേവലം ക്ലേശഭാഗിന സർവ ഏതേരണമുഖേ ബഹുജോ നിർജിരാമര സിംഹനാദാൻ വിമുഞ്ചന്ത ശംഖാൻ ദദ്മുർമഹാസ്വനൻ ദൃഷ്ട്വാ സപത്നാനുത്സിക്തൻ വലഭിത് കുപിതോ വൃശം ഐരാവതം ധിക്കരിണം ആരൂഢ ശുശുവേശ്വരാട് യഥാശ്രവൽ പ്രസ്രവണം ഉദയാദ്രിമഹർപതി. ഇങ്ങനെ ആ സമയത്ത് സോമസ്യ അലബ്ധഭാഗം, അവർക്ക് ആ അമൃതിൻ്റെ ഭാഗം ലഭിക്കാതെ കേവലം വെറും പരിശ്രമം മാത്രമല്ലേ ഉണ്ടായുള്ളൂ, കേവലം ക്ലേശഭാഗിന അവർ രണമുഖ യുദ്ധക്കളത്തിൽ ബഹുജ പലപ്പോഴും നിർജിത ദേവന്മാരെ പരാജയപ്പെടുത്തിയവരും ഏതേ സർവ ഇവരെല്ലാവരും സിംഹനാദാൻ വിമുഞ്ചന്ത, ആ സിംഹനാദങ്ങളെ ഇങ്ങനെ മുഴക്കിക്കൊണ്ട് മഹാസ്വന അതിശബ്ദമുള്ള ശംഖുകളെ ഊതി സ്വർഗാധിപനായിട്ടുള്ള വലഭിച്ച ദേവേന്ദ്രൻ്റെ ഒരു പര്യായമാണ് അദ്ദേഹം. സപത്നാൻ ഉത്സിക്താൻ ദൃഷ്ട, തൻ്റെ ശത്രുക്കളെ ഇങ്ങനെ ബലഗർഭിതന്മാരായിട്ട് കണ്ടിട്ട് കോപത്തോട് വൃശം കുപിത, ഏറ്റവും കോപിക്കപ്പെട്ടിട്ട് ധിക്കരിണം ഐരാവത്, ദിഗ്ഗജമായിട്ടുള്ള തൻ്റെ ഐരാവതത്തെ അങ്ങനെയാണ് ആരൂഢ അതിൻ്റെ പുറത്തങ്ങോട്ട് കയറിയിട്ട് സ്രവൽ പ്രസ്രവണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളോട് കൂടിയ ഉദയപർവ്വതത്തെ അഹർപ്പതി സൂര്യൻ എന്നോണം ശുശുഭേ ശോഭിച്ചു എന്ന് പറയുകയാണ്. അതായത് എന്താണ് ഈ
ഒഴുകിക്കൊരിക്കുന്ന നദികളെന്ന് പറയാൻ കാരണം ആ ഐരാവതത്തിൻ്റെ കോതിൽ മതജലം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദിഗ്ഗജമാകുന്ന ഐരാവതത്തിലാണ് കയറിയത്. അതാണ് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ, ഉദയപർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ നമ്മുടെ ഉപമ പറയാൻ കാരണം. തസ്യാസൻ സർവതോ ദേവ നാനാവാഹദ്വജായുധ ലോകപാലാസകഗണൈർ വായു അഗ്നിവരുണാദയാ. ഇവിടെ രണ്ട് ഉപമകൾ. അസുരന്മാരെ എങ്ങനെയാണ് ഉദയിച്ചു എന്ന് ചന്ദ്രനെ പോലെയാണ്, ഇന്ദ്രനെ എങ്ങനെയാണ് ഉദയ സൂര്യനെ പോലെയാണ് ഉപമിച്ചത്. കാരണം ഒരു കൂട്ടർ രാത്രിയുടെയും വേറൊരു കൂട്ടർ പകലിൻ്റെയും ആരംഭങ്ങൾ അങ്ങനെ ക്രമത്തിൽ വർണ്ണിച്ചിരിക്കാൻ ദേവന്മാർക്ക് രാത്രികാലം ദുർഘടകാലം കഴിഞ്ഞ് പകൽ മംഗളസമയം സമാഗതമാവുകയാണ് എന്നൊരു ധ്വനിയും കൂടി ഇവിടെ ഉണ്ട്. തസ്യ ഇതാണ് ആ സമയത്ത് ദേവേന്ദ്രൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? വായു, അഗ്നി, വരുണൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. പിന്നെ ലോകപാല, അവരെല്ലാവരും ലോകമാരന്മാരാണ്. താന്താങ്ങളുടെ ഗണങ്ങളോടൊത്ത് ദേവന്മാരും നാനാവാഹധ്വജ ആയുധ, പലവിധം വാഹനങ്ങളിലായിട്ടുള്ള കൊടികൾ ആയുധങ്ങളോട് കൂടിയിട്ട് തസ്യ സർവ്വത, ഇന്ദ്രൻ്റെ നാലുപാടും ഇന്ദ്രനെ സഹായിച്ചുകൊണ്ട് അങ്ങനെ ചുറ്റി നിന്നു. തേനോ അന്യമവിസംസൃത്യ ക്ഷിവന്തോ മർമ്മവിർമിത ആഹ്വയന്തോ വിശന്തോഗ്രേ യുയുധുർദ്വന്ദ്വയോധിന. അവർ അന്യോന്യം അഭിസംസൃത്യ, അവർ പരസ്പരം മുഖത്തോട് മുഖം ഏറ്റുമുട്ടിയിട്ട് മർമ്മഭേദികളായിട്ടുള്ള വാക്കുകളാൽ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടും ആഹ്വയന്ത വെല്ലുവിളിച്ചുകൊണ്ടും അഗ്രേ വിശന്ത മുന്നോട്ട് അങ്ങനെ തള്ളി കയറിക്കൊണ്ട് എന്ത് ചെയ്തു? മിഥ ദ്വന്ദ്വയോധിന യുയുധു, അന്യോന്യം ദ്വന്ദ്വയുദ്ധത്തിലേക്കാണ് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. യുയോധ ബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യത വരുണോ ഹേതിനായുധ്യൻ മിത്രോ രാജൻ പ്രഹേദിന യമസ്തു കാലനാവേന വിശ്വകർമാമയേന വൈ ശംബരോ യുയുധേ ത്വഷ്ട്രാ സവിത്രാതു വിരോചന അപരാജിതേന നമുജി അശ്വിനോ വൃഷപർവണ സൂര്യോ ബലിസുതൈർദേവോ ബാണജ്യേഷ്ഠൈശതേന ച രാഹുണാ ച തഥാ സോമ പുരോംനാ യുയുധേ അനില നിശുംഭശുംഭയോർദേവി ഭദ്രകാളീ തരസ്വിനി വിശാഖപിസ്തു ജംബേന മഹിഷേണ വിഭാവസു ഇല്ലുലസഹവാദാഭി ബ്രഹ്മപുത്രൈരഹിന്ദമ കാമദേവേന ദുർമർഷ ഉത്കലോ മാതൃഭിः സഹ ബൃഹസ്പതിശ്ചോശനസ നരകേണ ശനൈശ്ചര മരുതോ നിവാതകവചൈ കാലേയൈർവസവോ അമര വിശ്വേ ദേവാസ്തു പൗലോമൈ രുദ്രാക്രോധവശൈ സഹ. ഇനി ആ ദ്വന്ദ്വയുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണ് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ചെല്ലണത്. ബലി ഇന്ദ്രനെ നേരിട്ടു, അതുപോലെ താരകൻ സുബ്രഹ്മണ്യനോട്, ഹേതി വരുണനോട്, പ്രഹേതി മിത്രനോട്, കാലനാഭൻ യമരാജനോട്, മയൻ വിശ്വകർമാവിനോട്, ശംബരൻ ത്വഷ്ടാവിനോട്, വിരോചനൻ സവിതാവിനോട്, നമുജി അപരാജിതനോട്, വൃഷഭർവാവ് അശ്വിനി ദേവതകളോട്, ബാണൻ ജ്യേഷ്ഠസ്ഥാനം വഹിക്കുന്ന ബലിപുത്രന്മാരുണ്ട് 100 പേര്, അവരെല്ലാവരും സൂര്യനോട്, രാഹു ചന്ദ്രനോട്, പുലോമാവ് വായുവോട്, നിസുംബനും സുംബനും ശക്തിസ്വരൂപിണിയായിട്ടുള്ള ഭദ്രകാളിയോട്, ജംബാസുരൻ വിഷാകവിയോട്, മഹിഷൻ എങ്ങനെയാണ് വിഭാവസുമായിട്ടാണ് യുദ്ധം ചെയ്തത്. ഇല്ലലൻ വാതാവി എന്നിവര് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള മരീച്യാദികളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദുർമർഷൻ കാമദേവനോട്, ഉത്കലൻ മാതാക്കളോട്, ശുക്രാചാര്യൻ ബൃഹസ്പതിയോട്, നരകാസുരൻ ശനിയോട്, നിവാതകവചന്മാർ മരുത്തുക്കളോട്, കാലകേയന്മാർ അഷ്ടവസുക്കളോട്, പൗലോമന്മാര് വിശ്വേദേവതകളോട്, ഇങ്ങനെ ക്രോധവശന്മാര് രുദ്രഗണങ്ങളോട്, ഇങ്ങനെയായിരുന്നു ആ ദ്വന്ദ്വയുദ്ധം എന്ന് പറയുകയാണ്. വിഷാകവി എന്നുള്ള വാക്കിന് ഇവിടെ അർത്ഥം ശരിക്കും വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ എന്നല്ല അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ വിഷാകവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമേശ്വരനെയാണ്. ഉൽക്കലൻ മാതാക്കളോടെന്ന് പറഞ്ഞു. ഇവർ എങ്ങനെയാണ്? ഗൗരി, പത്മ, ശശി, മേധ, സാവിത്രി, വിജയ, ജയ, ദേവസേന, സ്വധാ സ്വാഹ, മാതരോ ദേവമാതര, ഇവരാണ് ലോകമാതാക്കൾ. അവരോടാണ് ഈ ഉൽക്കലൻ യുദ്ധം ചെയ്തതെന്നാണ് പറയണത്. തേവമാജാവസുരാസുരേന്ദ്ര ദ്വന്ദ്വേന സംഹത്യ യുധ്യമാന അന്യോന്യമാസദ്യം യദ്ഗുരോജസ ജിഗീഷവ തീക്ഷ്ണശരാസിതോമരൈ
ഇങ്ങനെയാണ് ഇവരെല്ലാവരും അസുരന്മാരും ദേവന്മാരും എങ്ങനെയാണ് ജിഗീഷവ, അതായത് ജയിച്ചുകൾ എല്ലാവർക്കും താൻ ജയിക്കണം എന്നാണ് ഭാവം. അവർ തേ ആ സുരേന്ദ്ര ആ അസുരന്മാരും ദേവന്മാരും ഏവം ആജൗ ദ്വന്ദ്വ ഇപ്പം ഇങ്ങനെ യുദ്ധത്തിൽ ഈ രണ്ടുപേരായും പിന്നീട് അതിനുശേഷം സംഹത്യജ സംഘമായും ആസാദ്യ ഏറ്റുമുട്ടിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നവരായിട്ട് തീക്ഷ്ണ ശരാസിതോമരയും അല്ല മൂർച്ചുള്ള അമ്പ്, വാള്, കുന്തം മുതലായവയാൽ അന്യോന്യം ഓജസാ നിജഗ്നു ശക്തിയോടുകൂടിയിട്ട് പ്രഹരിക്കാൻ തുടങ്ങി. ഭുഷുണ്ടിഭിർ ചക്രഗദർഷ്ടി പട്ടിശൈ ശക്തിയുൽമുഖൈ പ്രാസപരശ്വതൈരവി നിസ്ത്രിംശവല്ലൈ പരികൈ സമുദ്ഗരൈ സബിന്ദിവാലൈശ്ച ശിരാംധി ചിച്ചിതു. ചക്രഗദൃഷ്ടി പട്ടിശൈ ചക്രങ്ങള്, ഗദകള്, വടികള്, നല്ല കൂർത്ത ലോഹം കൊണ്ടുള്ള ദണ്ടുകള്, ശക്തി ഉൽമുഖൈ നല്ല വേലുകള്, തീപ്പന്തങ്ങള്, പ്രാസപരശ്വതൈ അവി കുന്തം, വെൺമഴു, പിന്നെയോ നിസ്ത്രിംശബല്ലൈ കൃപാണങ്ങള്, കത്തി അമ്പുകള്, അതുമാതിരി പരികൈ ഇരുമ്പുലയ്ക്കകള്, സമുദ്ഗരൈ മൺകുത്തികള്, സബിന്ദിവാലൈ അതുമാതിരി ഏറുവാണങ്ങൾ മുതലായിട്ടുള്ള ഭുഷുണ്ടിഭി മാരക ആയുധങ്ങളാൽ ശിരാംസി ചിച്ചിതു അന്യോന്യം ശിരസുകൾ അങ്ങനെ മുറിച്ച് വീഴ്ത്താൻ തുടങ്ങി ഈ തരത്തിലുള്ള മാരകങ്ങളായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട്. ഗജാസ്തുരംഗാസരഥാപദാതയ സാരോഹവാഹാ വിവിധാ വിഖണ്ഡിത നികൃത്ത ബാഹൂരു ശിരോധരാംഗ്രയം ഛിന്നധ്വജേഷ്വാസതനുത്രഭൂഷണ. ഗജ തുരങ്ക സരഥ പദാതയ വിവിധ എന്ന ചതുരംഗ സൈന്യല്ലേ അതിലത്തെ ആനകള്, അതുമാതിരി കുതിരകള്, സരഥ തേരാളികള്, കാലാൾ പടയിലുള്ള ആൾക്കാർ, അവരെല്ലാവരും വിവിധ സാരോഹവാഹ ആരോഹന്മാരുകൂടിയ വാഹനങ്ങൾ ഇവയെല്ലാം വിഖണ്ഡിത അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിക്കപ്പെട്ടു. നികൃത്ത ബാഹു ഊരു ശിരോധര അംഗ്രയ അവയെല്ലാം പലരുടെയും കൈകള്, കഴുത്ത്, തൊട, കാല് അങ്ങനെ മുറിക്കപ്പെട്ട് വീണിങ്ങനെ കിടക്കുന്നുണ്ട്. ഒപ്പം ഛിന്നധ്വജ ഇശ്വാസ തനുത്ര ഭൂഷണ ആക്കപ്പെട്ടുള്ള കൊടികൾ, വില്ലുകൾ, കവചങ്ങൾ, ആഭരണങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് അങ്ങോട്ട് അവിടെ ഇതൊക്കെ അങ്ങനെ അവിടെയും പിടി ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. തേഷാം പാദാഘാതര തങ്കചൂർണിനാഥ ആയോധനാദുർബണ ഉത്ഥിതസ്ഥദാ രേണുർദിശഖം ദ്യുമണിം ചാദയൻ നിവർത്തദാശ്രുതിഭിഃ പരിപ്ലുതൽ. തേഷാം പദാഘാത രഥാംഗചൂർണിതൽ, അതായത് ഇവരുടെ ഈ യുദ്ധത്തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് അവരുടെ കാൽച്ചവിട്ട് കൊണ്ടും അതുമാതിരി തേരുകളുടെ ചക്രങ്ങളുടെ ഉരുൾച്ച കൊണ്ടും ഉണ്ടായിട്ടുള്ള പൊടി, അതിൻ്റെ പൊടി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊടി പൊങ്ങിയിട്ട് ആയോധനാൽ യുദ്ധസ്ഥലത്ത് നിന്നിങ്ങനെ ദിശ ഖം ദ്യുമണിം ച ആ ദിക്കുകളെയും അതുമാതിരി ആകാശത്തെയും എന്ന് മാത്രമല്ല സൂര്യബിംബത്തെ പോലും ചാതയൻ മൂടിക്കൊണ്ട് ഉത്തിത അങ്ങനെ മേലോട്ട് ഉയർന്നു എന്ന് പറയുകയാണ്. ഉൽബണ രേണു ഈ വമ്പിച്ചുള്ള പൊടിപടലം തഥാ അപ്പോൾ തന്നെ ആശ്രുതിഭി രക്തപ്രവാഹത്താൽ പരിപ്ലുതാൽ കുഴഞ്ഞ് തിരിച്ചെത്തി എന്ന് പറയുകയാണ്. ഈ പൊടി അങ്ങനെ പൊന്തുപൊളിക്കുണ്ടല്ലോ ഇവരുടെ ഈ യുദ്ധത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രക്തം തെറിച്ചിട്ട് അതൊരു മഴമാരി പെയ്തിട്ട് ഈ പൊടിയൊക്കെ വീണ്ടും ഭൂമിയിലേക്ക് കണ്ട് വീഴാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ശിരോവിരുദ്ധൂത കിരീടകുണ്ടലൈ സംരംഭദൃഗ്ഭി പരിദഷ്ടദച്ഛതൈ മഹാഭുജൈ സാഭരണൈ സഹായുധൈ സാ പ്രാസ്തൃതാ ഭൂ കരഭോരു വിർഭവൗ. എന്നോ അതുമാതിരി ഭൂമി മണ്ഡലം എങ്ങനെയാണ്, ഭൂമിയിൽ ഉദ്ധൂത കിരീടകുണ്ടലൈ തെറിച്ച് വീണിട്ടുള്ള കിരീടങ്ങളെ കുണ്ടലങ്ങള് സംരംഭദൃഗ്ഭി പരിദഷ്ടദച്ഛതൈ ശിരോഭി എന്നങ്ങനെ ആ മരിക്കുന്ന സമയത്തുള്ള ക്രോധങ്ങളായിട്ടുള്ള നേത്രങ്ങൾ അതുമാതിരി ആ അമർത്തിക്കടിച്ചുള്ള ചുണ്ടുകളോടും കൂടിയിട്ടുള്ള ശിരസ്സുകൾ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതിലിങ്ങനെ അതുമാതിരി സാഭരണൈ സഹായുധൈ മഹാഭുജൈ കരഭോരുവി അതുമാത്രമല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞുള്ള ശരീരങ്ങൾ, ഇതിൽ കഴുത്തുകൾ, അതുമാതിരി കൈകൾ, തുടകൾ എന്തിനു പറയണു ആ യുദ്ധസ്ഥലം അങ്ങനെ പല ഇവരിങ്ങനെ കൈയും കാലും ഒറ്റയുള്ള ശവശരീരങ്ങളെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു ഭൂപ്രദേശം മുഴുവൻ എന്ന് പറയുകയാണ്. കവന്താ തത്ര ചോത്പേതു പശ്യന്ത സ്വശിരോക്ഷിഭി ഉദ്യതായുധദുർദണ്ഡൈർ ആദാവന്തോ ബഡൻ മൃതേ.
കബന്ധ അങ്ങനെ ഈ തലയേറ്റായിട്ടുള്ള ഉടലുകളുണ്ടല്ലോ അതങ്ങനെ സ്വശിരോക്ഷിവി താന്താങ്ങൾ അറ്റുവീണ് തലകളിലെ കണ്ണുകളാൽ പശ്യന്ത് നോക്കിക്കൊണ്ട് തത്ര മൃതേ ആ യുദ്ധത്തിലെ ഉദ്യത ആയുധത്തോർന്ന് ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോട് കൂടിയ കൈത്തണ്ടകളോടെ ശത്രുഭടന്മാർക്കെതിരെ ആധാവന്ത ചീറിപ്പാഞ്ഞുകൊണ്ടും ഉൾപ്പേതു കുതിച്ചു വീണു എന്ന് പറയുകയാണ്. അതായത് അങ്ങനെ തലയേറ്റ ഉടലുകളുണ്ടല്ലോ അതെങ്ങനെയാ വെച്ചാൽ ആ ശിരസ്സുകളങ്ങനെ കണ്ണുകളങ്ങനെ അറ്റുവേണ്ട ശിരസ്സിലെ കണ്ണുകളാൽ നോക്കിക്കൊണ്ട് അതങ്ങനെ എന്നിട്ടോ ആ ആയുധങ്ങൾ എന്തിട്ട് ഇങ്ങനെ കബന്ധങ്ങളാണ് ശത്രുക്കൾക്കെതിരെ ചീറി പറഞ്ഞിട്ട് അങ്ങോട്ട് വീഴെന്ന് പറയുകയാണ്. ഇത് കണ്ടില്ലേ ഈ ഗൗളിയൊക്കെയാണ് ഗൗളിയുടെയൊക്കെ വാളം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗൗളി കിടന്ന് പടയുണ്ടാവും വാളും കിടന്ന് പടയും. അതുമാതിരി കബന്ധത്തിന് ചമരിച്ച് ഇതിലെ തല പോയാലും അതങ്ങനെ പഠിച്ചുകൊണ്ട് അങ്ങോട്ട് പിന്നെ ആ യുദ്ധത്തിൽ മുന്നോട്ടല്ലേ പോയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ചെന്നിട്ട് ആ ശത്രുക്കളുടെ മേലടി ചെന്ന് വീഴും. ബലിർ മഹേന്ദ്രം ദശവിസ്ത്രിഭിരൈരാവതം ശരൈ ചതുർഭിശ്ചതുരോവാഹൻ ഏകേന ആരോഹമാർച്ചയൽ. ബലി അവര് ഓരോരുത്തരുടെ യുദ്ധവീര്യങ്ങൾ പറയുകയാണ്. ബലി ദശഭിശരൈ 10 അസ്ത്രങ്ങളെ കൊണ്ട് ഇന്ദ്രനെയും മഹേന്ദ്രം 3 കൊണ്ട് ഐരാവതത്തെയും ചതുർഭി 4 കൊണ്ട് ചതുരവാഹൻ 4 കാല് നോക്കുന്നവരെയും 1 കൊണ്ട് ആരോഹം പുറത്തു കയറുന്നവനെയും ആർച്ചൽ എയ്തു എന്ന് പറയാണ്. അതായത് ഈ ഓരോ 4 പേര് പറഞ്ഞതാണ് ആനക്കാരാണ് പറഞ്ഞത്. 1-ാം പാപ്പാനെതിരെ 1. അതാണ് ഒടുവിൽ പറഞ്ഞ എന്താണ് ഈ വാഹാനി ഇതിൽ ചതുരോ വാഹൻ 4 പാപ്പാന്മാരെ ഓരോ അമ്പങ്ങും അതുമാതിരി മൂത്ത പ്രധാന പാപ്പാനുണ്ടല്ലോ പ്രധാന പാപ്പാനെ ആനപ്പുറത്ത് കയറുന്ന ആളെ ഒരമ്പ് കൊണ്ടും അങ്ങനെ എയ്തു എന്ന് പറയുകയാണ്. സദാന അവതശക്രവദ്ധി ശീഘ്രവിക്രമ ചിച്ഛേദ നിശിതൈർമല്ലൈർ അസംപ്രാപ്താൻഹസന്നിവാ. ഇന്ദ്രൻ കണ്ട് സഹിക്കോ ശീഘ്രവിക്രമ ശീഘ്ര പരാക്രമശാലിയായുള്ള ആ ഇന്ദ്രൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ആപത നേരിട്ട് വന്നാണ് ഇന്ന് ഈ ശരങ്ങളെ അസംപ്രാപ്താൻ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ നിശിതൈർ താവൽഭി ഭല്ലൈ ചിച്ഛേദ നല്ല മൂർച്ചയുള്ള അത്ര തന്നെ അസ്ത്രങ്ങളാൽ ഛേദിച്ചു എന്ന് പറയുകയാണ്. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷ ശക്രിമാദരേ താം ജ്വലന്തിം മഹോൽക്കാവം ഹസ്തസ്ഥാമാച്ചിനൽഹരി. ആ ഇന്ദ്രന്റെ ആ ഉത്തമമായിട്ടുള്ള പ്രയോഗം കണ്ടിട്ട് ദുർമർഷ കോപം മുഴുത്ത മഹാബലി തന്റെ കയ്യിലുള്ള വെയിലെടുത്ത് അങ്ങോട്ട് ജ്വലന്തിയും മഹോൽക്ക വലിയൊരു തീപ്പന്തത്തെ പോലെ തിളങ്ങുന്നതായിട്ടുള്ള ആ വേലിനെ ഹസ്തസ്ഥാം അങ്ങോട്ട് ഇന്ദ്രൻ നിൽക്കാണ് ചാട്ടാൻ എറിയ പുറപ്പെടുകയാണ്. ആ സമയത്ത് ആ ബലിയുടെ കയ്യിൽ വെച്ച് തന്നെ ഹരി അച്ഛനൽ ഇന്ദ്രൻ എന്ത് ചെയ്തു ഇന്ദ്രനത് ബലി അത് ചെയ്യുമ്പോഴേക്കും ആ ബലിയുടെ കയ്യിൽ വെച്ച് തന്നെ ഇന്ദ്രൻ അതിനെ അങ്ങോട്ട് ഇത് മുറിച്ചു. തതശൂലം തതപ്രാസം തതസ്തോമരനുഷ്ടയ യദ്യച്ഛസ്ത്രം സമാദദ്യൽ സർവം തദച്ചിനൽ വിഭൂ. അതിന് ചേട്ടൻ ഒരു ശൂലെടുത്ത് പ്രയോഗിക്കാൻ നോക്കി. അതിൽ പിന്നെ ഒരു കുന്തം, അതിൽ പിന്നെ ഒരു ഏറുകുന്തം, പിന്നെയോ ഋഷ്ടയ അതായത് ഋഷി എന്ന ആയുധം, പിന്നെയോ ഇങ്ങനെ എന്തൊക്കെ ആയുധങ്ങൾ സമാദ്യാൽ എടുത്താലും മഹാബലി എടുത്താലും തൽ സർവം വിഭു വിഭുവായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഇന്ദ്രൻ അതെല്ലാം എയ്ത് വീഴ്ത്തി എന്ന് പറയുകയാണ്. സസർജാദാസുരിം മായം അന്തർദാനഗതോസുര തദപ്രാതുരമുൽശൈല സുരാനീകോപരിപ്രഭോ. ഇങ്ങനെ പെട്ടെന്ന് തൻ്റെ ആയുധങ്ങളൊക്കെ ഇത് ഇന്ദ്രൻ നശിപ്പിക്കണമെന്ന് കണ്ടപ്പോൾ രാജൻ എന്ത് ചെയ്തു? അസുരനായിട്ടുള്ള ബലി അന്തർദാനഗത പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് മറിഞ്ഞു നിന്നുകൊണ്ട് ആസുരിയും മായാം സസർജ ആസുരമായിട്ടുള്ള മായയെ ഉണ്ടാക്കി. അതിൽ നിന്ന് സുരാനീകോപരി ദേവസൈന്യങ്ങളുടെ തലയ്ക്ക് ഉപരിയായിട്ട് ശൈലപ്രാതുര വലിയൊരു പർവ്വതം അങ്ങോട്ട് പൊന്തി വന്നു. തതോ ദിവേദുസ്തരവോ ദഹ്യമാനാദവാഗ്നിന ശിരാ സടങ്കശിഖരാചൂർണയന്ത്യോദ്വിഷൽബലം. ഇങ്ങനെയാണ് ആ പർവ്വതം അങ്ങോട്ട് പൊക്കിയപ്പോഴേക്കും അതിന് ദ്വിഷൽബല ശത്രു സൈന്യത്തെ ചൂർണയന്ത്യ പൊടിച്ചുകൊണ്ട് ദവാഗ്നിനാ ദഹ്യമാന കാട്ടുതീയിൽ ദഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തരവ വൃക്ഷങ്ങളും സടങ്കശിഖര കല്ലൂളി പോലെ നല്ല അറ്റം കൂർത്തായിട്ടുള്ള പാറക്കഷ്ണങ്ങളും അതിൽ നിന്ന് അങ്ങോട്ട് പതിക്കാൻ തുടങ്ങി. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കത്തുന്ന വേറെ വലിയ വൃക്ഷങ്ങൾ അതുമാതിരി തന്നെ പാറക്കല്ലുകൾ ഒക്കെ അങ്ങനെ പൊതിക്കാൻ തുടങ്ങിയ ദേവസൈന്യങ്ങളുടെ മുകളിൽ.
മഹോരകാസമുൽപേഷു ദന്തശൂകാസവൃശ്ചിക സിംഹവ്യാഘ്രവരാശ്ച മർദ്ദയന്തോ മഹാഗജൻ. പിന്നെയോ വലിയ വലിയ പാമ്പുകളെ സവൃശ്ച, അതുമാതിരി തേളുകളെ, സവൃശ്ചികാ ദന്തശൂക, അതായത് തേളുകളടക്കമുള്ള മറ്റുള്ള വിഷജന്തുക്കള്, മഹാഗജൻ ദേവസൈന്യത്തിലെ വലിയ കൊമ്പനാനകളെ മർദ്ദയന്ത അടിച്ചമർത്തുന്ന സിംഹവ്യാഘ്രവരാഹാച, സിംഹങ്ങള്, പുലികള്, പന്നികള് മുതലായവയും ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങി ദേവന്മാരുടെ സൈന്യത്തിന്റെ ഇടയിലേക്ക്. യാതുതന്യശ്ച സതശ ശൂലഹസ്താവിവാസസ ഛിന്ദിബിന്ദീതിവാദിന്യ തഥാ രക്ഷോഗണാ പ്രഭോ. അതേപോലെ തന്നെ ഹേ രാജൻ പ്രഭോ, നല്ല ശൂലം കയ്യിലെത്തിക്കൊണ്ട് ചിന്തി ബിന്ദി എന്ന് വാദിക്കുന്ന മുറിക്കുന്നൊക്കെ വില കൂട്ടുന്ന നഗ്നകളായിട്ടുള്ള വിവാസസ യാതുധാന്യ രാക്ഷസികളും തഥാ അതുപോലെ രക്ഷോഗണ രാക്ഷസഗണങ്ങളും ശതശ 100 കണക്കിനാണ് പ്രത്യക്ഷപ്പെട്ടു ഈ പർവ്വതത്തിന്റെ മുകളിൽ. തഥോ മഹാഗനാം വ്യോംനി ഗംഭീരപരുഷസ്വന അങ്കാരാൻ മൂചുർവാതൈർ ആഹതാസ്തനയിത്നവ. അതിനുശേഷം ഈ പർവ്വതങ്ങൾക്ക് ശേഷം തഥ ഗംഭീര പരുഷസ്വന അതിപരുഷ ശബ്ദത്തോടു കൂടിയിട്ടുള്ള മിന്നൽപ്പുണൽ വിതറിക്കൊണ്ട്, മിന്നൽപ്പിണർ അങ്ങനെ സ്തനയിത്നവ ഇടിമിന്നലുകളെ കൊണ്ട് ആകാശത്തിൽ അങ്ങനെ നിറഞ്ഞു. എങ്ങനെ മഹാഘന കോടക്കാറുകൾ അങ്ങനെ വന്ന് നിറഞ്ഞൊരു ഇടിമിന്നൽ, ഒപ്പം തന്നെ വാതൈ അകത നല്ല കൊടുങ്കാറ്റ് അങ്ങോട്ട് വീശി അങ്ങനെ അടിച്ച് പാറിപ്പിക്കപ്പെട്ട അങ്കാരൻ മൂജി. ഇതിങ്ങനെ ഈ മേഘങ്ങളിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വന്നിങ്ങനെ പറപ്പിങ്ങനെ തീക്കന്നികളാണ് അങ്ങനെ പറന്നു പോകണം ജനങ്ങളുടെ ഇടയിലേക്ക്, സൈന്യങ്ങളുടെ ഇടയിലേക്ക് വരണത്. സൃഷ്ടോ ദൈത്യേന സുമഹാൻ വന്നി ശ്വസനസാരഥി സാമ്പർത്തകൈവാദ്യുഗ്രോ വിബുധധ്വജിനീം അഥാ. ഇങ്ങനെ ദൈത്യേന ഈ അസുരനാൽ സൃഷ്ടിക്കപ്പെട്ടതും സാമ്പർത്തക ഇവ കാൽപ്പാന്താഗ്നി പോലെ അതിഭയങ്കരമായതുമായിട്ടുള്ള ഈ ശ്വസനസാരഥി, അതായത് കാറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള സുമഹാൻ വന്നി പടർന്നു കത്തുന്നതായില്ലേ അഗ്നിജ്വാലകള് വിബുധധ്വജിനിയും ദേവസൈന്യത്തെ മുഴുവൻ അങ്ങോട്ട് ദയിപ്പിക്കാൻ തുടങ്ങി. തത സമുദ്ര ഉദ്വേല സർവത പ്രത്യദൃശ്യത പ്രചണ്ഡവാതൈരുദ്ധൂത തരംഗാവർത്ത വീക്ഷണ. അപ്പോഴേക്ക് എങ്ങനെയാണ് തഥാ പ്രചണ്ഡവാത ഈ വൻ ചുഴലിക്കാറ്റ് അങ്ങനെ വന്നിട്ട് അത് കാരണം ഉദ്ധൂത തരംഗ ആവർത്ത ഭീഷണ, ഈ പാലാഴിയിലുള്ള തിരമാലകൾ അങ്ങനെ ഈ ചുഴലിക്കാറ്റ് കൊണ്ട് അങ്ങനെ ആഞ്ഞുയർന്നിട്ട് ചുഴികളാലും ഭീഷണമായിട്ടുള്ള സമുദ്രം കരയിലേക്ക് അങ്ങനെ തള്ളി വരുന്നതായിട്ട് സർവ്വത എല്ലാ ദിക്കിലും കാണാൻ തുടങ്ങി. മുകളിൽ നിന്ന് ഇങ്ങനെ കാട്ടുതീയില്ലേ പർവ്വതം, അതുമാതിരി തീയ മേഘങ്ങൾ പൊഴിക്കുന്ന തീക്കനലുകൾ, അടിയിൽ സമുദ്രം അങ്ങനെ തിരമാലകളായിട്ട് അങ്ങനെ പൊന്തി വരിക. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോയതൊക്കെ ബലിയുടെ മായ കൊണ്ടാണ്. ഏവം ദൈത്യൈർ മഹാമായൈർ അലക്ഷ്യഗതി ഭീഷണൈ സൃജ്യമാനാസു മായാസു വിഷേതു സുരസൈനിക. മഹാമായൈ അലക്ഷ്യഗതി ഭീഷണൈ, ഇപ്രകാരം മഹാമായാവികളും അദൃശ്യമായ മാർഗങ്ങളാൽ ഭീഷണവുമായ ദൈത്യൈ ഈ അസുരന്മാരാൽ ഏവം ഈ വിധം മായകൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് സുരസൈനിക വിഷേതു, ദേവസൈന്യന്മാരെല്ലാവരും ദുഃഖിതന്മാരായി. നദൽ പ്രതിവിധിം യത്ര വിദുരിന്ദ്രാദയോ ധ്രുവ ധ്യാത പ്രാദുരപുൽ തത്ര ഭഗവാൻ വിശ്വഭാവന. അവരപ്പോഴേക്ക് എന്ത് ചെയ്തു? ഹേ രാജാവേ, എത്ര ഇന്ദ്രാദയ തൽ പ്രതിവിധിയും ന വിധു, അവർക്ക് ഇതിനുള്ള പ്രതിവിധി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങനെയാണ് ധ്യാത അവർ വേഗം ഭഗവാനെ അങ്ങോട്ട് ധ്യാനിച്ചു. ആ സമയത്ത് തത്ര വിശ്വഭാവന ഭഗവാൻ ലോകരക്ഷകനായിട്ടുള്ള ശ്രീ മഹാവിഷ്ണു പെട്ടെന്ന് അവരുടെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. തതസുവർണം സകൃതംഗ്രി പല്ലവ പിശങ്കവാസ നവകഞ്ചലോചന അദൃശ്യരാഷ്ടായുധപാണിരുല്ലസൽ ശ്രീ കൗസ്തുഭാനർഘ്യ കിരീടകുണ്ടല. എങ്ങനെയാണ് ഭഗവാന്റെ രൂപം? സുവർണാംസകൃത അംഘ്രിവല്ലവ, ഗരുഡന്റെ കഴുത്തിലങ്ങനെ തൻ്റെ പാദപല്ലവങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെയോ പിശങ്കവാസ, നല്ല മഞ്ഞ പട്ടുകൊടുത്തിട്ടുണ്ട്. നവകഞ്ചലോചന, പുത്തൻ ചെന്താമര പോലുള്ള കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ. അഷ്ടായുധവാണി, 8 ആയുധങ്ങൾ ധരിച്ചുള്ള 8 കൈകളുണ്ട്. ഉല്ലസൽ ശ്രീകൗസ്തുഭ അനർഘ്യ
കിരീടകുണ്ടല, ശ്രീവത്സം, കൗസ്തുഭം, അമൂല്യമായ കിരീടകുണ്ടലങ്ങൾ ഇവയൊക്കെ കൂടിയിട്ട് അങ്ങനെ ശോഭിക്കുകയാണ് ഭഗവാൻ. അവിടെ അദൃശ്യത പെട്ടെന്ന് അങ്ങനെ കാണപ്പെട്ടു ഭഗവാൻ ഈ പറഞ്ഞ രൂപത്തിൽ. തസ്മിൻ പ്രവിഷ്ടേ സുരകൂടകർമ്മയാമായ വിനേശുർമഹിരാമഹീയസ സ്വപ്നോ യഥാ ഹി പ്രതിബോധ ആഗതേ ഹരിസ്മൃതി സർവവിമൽ വിമോഷണം. ആ സമയത്ത് തസ്മിൻ പ്രവിഷ്ടേ ഭഗവാൻ അവിടെ ഇങ്ങനെ പ്രവേശിച്ച സമയത്ത് മഹീയസ മഹീന, ആ ഭഗവാന്റെ അതിമഹാത്മാ, അതാണ് മഹീയസ, മഹാത്മാവായിട്ടുള്ള ഭഗവാന്റെ മഹിന പ്രഭാവത്താൽ പ്രതിബോധേ ആഗതേ സ്വപ്ന യഥാഹി, ആ പെട്ടെന്ന് ഈ അസുരകൂടകർമ്മജ, അസുരന്മാരുടെ ഈ കപടപ്രയോഗം കൊണ്ടുള്ള മായകൾ മുഴുവൻ പെട്ടെന്ന് തീരെ അങ്ങോട്ട് ഇല്ലാണ്ട് എന്ന് പറയുകയാണ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്വപ്നത്തിൽ കണ്ടതെല്ലാം പെട്ടെന്ന് ഉണർന്ന പ്രതിബോധേ, ഉണരുന്ന സമയത്ത് അത് മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടേവില്ലേ, അതേ മാതി ഇല്ലാണ്ടേ എന്ന് പറയാണ്. കാരണം എന്താണ്? ഹരിസ്മൃതി സർവവിമൽ വിമോക്ഷണം. കാരണം എന്താപത്ത് വന്നാലും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്തേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഹരിസ്മൃതി, ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത്. ദേവന്മാർ ഭഗവാനെ ഇങ്ങോട്ട് ധ്യാനിച്ചു, ഭഗവാൻ വന്നു, ഇവരുടെ മായകളെല്ലാം ഇല്ലാണ്ടേയി. ദൃഷ്ട്വാമൃതേ ഗരുഡവാഹമിഭാരിവാഹ ആവിദ്യശൂലമഹിനോദകാലനേമി തല്ലീലയാ ഗരുഡമൂർധ്നി പദഗൃഹീത്വാ തേനാഹനൻ നൃപ സവാഹമീന്ദ്രീശ. ഹേ പരീക്ഷിത്തേ, ആ സമയത്ത് ഗരുഡവാഹം മൃധേ ദൃഷ്ട, ഗരുഡവാഹനായിട്ടുള്ള ഭഗവാനെ യുദ്ധക്കളത്തിൽ കണ്ടിട്ട് ഈ ഭാരിവാഹ സിംഹവാഹനായിട്ടുള്ള കാലനേമി എന്നുള്ള അസുരൻ ശൂലം ആവിദ്യ, ശൂലായുധത്തെ എടുത്തിട്ട് അഹിനോൽ എറിഞ്ഞു. ഗരുഡമൂർധ്നി, ഗരുഡന്റെ ശിരസിൽ പതൽ വന്നു വീഴുന്ന തൽ, അതിനെ ത്രൈലോക്യനാഥനായിട്ടുള്ള ഭഗവാൻ ലീലയാ ഗൃഹീത, ഒരു ലീലയായിട്ട് കൈക്കലാക്കിയിട്ട് തേന, അതുകൊണ്ട് തന്നെ അരിം സവാഹം അഹനൽ, ആ അരിം അതായത് അതിൻ്റെ ശത്രുവായിട്ടുള്ള കാലനേമിയും അവൻ്റെ വാഹനമായിട്ടുള്ള സിംഹത്തിനെയും നിഗ്രഹിച്ചു. മാലീസുമാല്യതിബലോ യുധിവേദുര്യചക്രേണ കൃത്തശിരസാവതമല്യവാംസ്തം ആഹത്യ തിഗ്മഗതയാഹനദണ്ഡജേന്ദ്രം താവൽ ശിരോച്ചിനതലേർ നദതോരിണാദ്യ. യുധി ചക്രേണ കൃതശിരസൗ, യുദ്ധത്തിലെ ഏതൊരാളുടെ ചക്രായുധത്താൽ ശിരസർക്കപ്പെട്ട്, കൃത്തശിരസോ ശിരസർക്കപ്പെട്ട അതിബലവും മാലി സുമാലി, അതിബലവാന്മാരായിട്ടുള്ള മാലിയും സുമാലിയും നിലംപതിച്ചുവോ. ആ ഭഗവാനെ പിന്നീട് മാല്യവാൻ എതിരിട്ടിട്ട് തിഗ്മഗതയെ ശക്തിയേറിയിട്ടുള്ള തൻ്റെ ഗത കൊണ്ട് അണ്ടജേന്ദ്രം അഹനൽ എന്ത് ചെയ്തു? ആ ഗത ഭഗവാന്റെ നീട്ടിന്ന് ഗരുഡനെ തൻ്റെ ഗത കൊണ്ട് അങ്ങോട്ട് പ്രഹരിച്ചു. താവൽ, അപ്പോഴേക്കും നദത ഹരേ ശിര, ആ ഗർജിച്ചു കൊണ്ടിരിക്കുന്ന ആ മാല്യവാന്റെ ശിരസിനെ ആദിപുരുഷനുള്ള ഭഗവാൻ അരിണ അച്ചിനൽ തൻ്റെ ചക്രം കൊണ്ട് അങ്ങോട്ട് മുറിച്ച് വീഴ്ത്തി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ദേവാസുര സംഗ്രാമേ ദശമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.